ആയുസിന്റെ ഒരു ദിനം കൂടി ദാനം തന്നതിനായി ആയിരിക്കുന്നിടത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സംഭവബഹുലമായ ഓരോ നിമിഷങ്ങളുമാണ് നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് എന്താകുമെന്ന് പോലും അറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ ലോകം കടന്നു പോകുമ്പോൾ ക്രിസ്തു തന്നിരിക്കുന്ന പ്രത്യാശയിൽ നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് ഓരോ ദിവസവും അടുത്തു വരുന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്ന് മാത്രം അറിയാതെ നോക്കിയിരിക്കുന്ന ക്രിസ്തുവിൽ ആശയുള്ള കുഞ്ഞുങ്ങൾ മാത്രം ധൈര്യത്തോടായിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇങ്ങനെ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയത്. ദൈവത്തിന് മഹത്വം. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കർത്താവിന്റെ വയലിൽ തന്നാൽ ആവോളം അധ്വാനിക്കുന്ന പ്രിയ ബീന സിസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ചെയ്ത ദേവദാസൻ, കടന്നു വന്ന എല്ലാവരും എന്റെ സ്നേഹിതരുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിചയമുള്ളവരുണ്ട്, അങ്കിളും ആന്റിയും ഉണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി എന്റെ വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം സ്തോത്രം സ്വർഗം ഈ ഭൂമിയിലും വെളിപ്പെടുത്തും, നിത്യതയിലും കാണിക്കും. ഹല്ലേലൂയ. അതിനെ ആസ്പദമായി ഇന്ന് നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുവാൻ സ്തോത്രം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടായിരിക്കും. അപ്പ വചനത്തിലൂടെയും വ്യക്തിപരമായും എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. ശമൂവേൽ പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ ഇതാ കേൾക്കാൻ തയ്യാറാ, എന്റെ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറാ, എന്റെ കാതുകൾ കൊണ്ട് ഞാൻ തയ്യാറാ, അത് എന്ത് പറയുന്നു ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാ. ആ ഒരു ഒരുക്കത്തോടെ നാം ആയിരുന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുക, ഒരുക്കത്തോടായിരിക്കുന്ന ഹൃദയങ്ങളെ അല്ലെങ്കിൽ ആ മനസ്സിനെ സ്വർഗം വെറുതെ അയക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് മറുപടി പ്രാപിച്ചു തന്നെ മടങ്ങി പോവാൻ എന്റെ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. സ്തോത്രം. അപ്പൊ ഭൂമിയിൽ വെച്ച് ദൈവം ഒന്ന് കാണിക്കും, പിന്നെയും ദൈവം ഒന്നുകൂടെ വീണ്ടും, നേരത്തെ കാണിക്കുക മാത്രമല്ല വീണ്ടും കാണിക്കും. ഹല്ലേലൂയ. സ്തോത്രം. മലാഖിയുടെ പ്രവചനം നാം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് പ്രവചനം, പിന്നെ പുതിയ നിയമം തുടങ്ങുകയാണല്ലോ മത്തായിയുടെ സുവിശേഷം തൊട്ട്. അവിടെ മലാഖിയുടെ പ്രവചനത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അപ്പനെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള ബഹുമാനം എന്തിയെ? ഞാൻ അപ്പനാ, പക്ഷെ നിങ്ങൾക്ക് സ്നേഹം എന്തിയെ? ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ ചോദ്യത്തിൽ അവസാനത്തേതായിട്ടുള്ള ചോദ്യവും ആൻസറും ആ അധ്യായത്തിന്റെ 13-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നാം കാണുന്നു. അപ്പൊ ദൈവം പറയുന്ന മറുപടിയാ സ്തോത്രം നാം പറഞ്ഞ 6 കൂട്ടം കാര്യങ്ങൾ. അതിനു മുമ്പ് മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന സംശയ രീതി ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ആ 13 തൊട്ടുള്ള വാക്യത്തിലുണ്ട്. സ്തോത്രം. നാം ഈ ഭൂമിയിൽ മനുഷ്യരാ, നാമും സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ കേട്ടോ. പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ആൻസർ പ്രാപിച്ചിട്ട് ഈ മീറ്റിംഗിൽ എഴുന്നേൽക്കാവൂ. സ്തോത്രം. ആ നാളുകളായി ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്പ ഇനി ഞാൻ ചോദിക്കേല, അപ്പൻ പറഞ്ഞത് ഞാൻ ഇന്ന് കേട്ടിരിക്കുന്നു എന്ന തീരുമാനത്തോടെ നാം ഇന്ന് എഴുന്നേറ്റ് പോകും. പിശാച് പല പ്രാവശ്യം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാറുമുണ്ട്. പക്ഷെ സ്വർഗം പറയുക, ഇന്ന് ഞാൻ ചില ഉറപ്പ് നൽകുക, അങ്ങ് നിങ്ങൾ എന്നെ സേവിക്കാനും സ്നേഹിക്കാനും ഇറങ്ങിയിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അതിന്റെ 13-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ 6 കാര്യങ്ങൾ മനുഷ്യർ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഒന്ന് ഹാലലൂയ ദൈവം പറയുക, മക്കളെ നിങ്ങളുടെ വാക്ക് എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു. ഹാലലൂയ ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യമാണ് കേട്ടോ. എന്നാന്നുള്ളതാ താഴോട്ട് കാണുന്ന ഒന്ന്. ആമേ സ്തോത്രം. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നുവെന്ന് ചോദിക്കുന്നു. അപ്പൊ നാം ദിനംതോറും പറയുന്ന ഓരോ വാക്യം അപ്പനോടുള്ള ചോദ്യമാന്നുള്ളത് അപ്പൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഹാലേലിയ സ്തോത്രം. അതാ പറയുന്നേ. ഒന്നാമത് ഹാലേലിയ ദൈവം പറയുക, ഞങ്ങൾ നിന്റെ നേരെ എന്താ സംസാരിക്കുന്നേ? ഞാൻ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്റെ അപ്പനെ കോപിപ്പിക്കുന്ന ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഹാലേലിയ. പക്ഷെ ദൈവം പറയുക, മക്കളെ നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം. ഹാലേലൂയ. രണ്ടാമത്തെ ചോദ്യം അതിന്റെ 14-ാം വാക്യം, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഹാലേലൂയ. ദൈവമക്കള് ചോദിക്കുന്ന ചോദ്യമാ, പ്രത്യേകിച്ച് അന്ത്യകാലത്ത്. അപ്പ നിനക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടും ഇന്ന് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നതിന്റെ പിന്നിൽ എന്നാ? ഞങ്ങൾ വെറുതെ അല്ലേ ശുശ്രൂഷ ചെയ്യുന്നത്? തമ്പുരാൻ പറയുക, അല്ല, നിങ്ങൾക്കിതെല്ലാം ഞാനൊരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇത് തുറക്കും. ഹാലേലൂയ. നിങ്ങൾ എനിക്ക് നിക്ഷേപമാ. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമല്ലെന്ന് തെളിയിക്കുന്ന ഒരു ദിവസം ഉണ്ട്. പക്ഷെ ശുശ്രൂഷ വ്യർത്ഥമാണെന്ന് നിന്നോട് ചെവിയിൽ മന്ത്രിക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ നോക്കി ശാസിക്കണം. നോ, ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ അപ്പന് വേണ്ടി ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ബീന അജയ് സിസ്റ്റർ ആദ്യമേ ദൈവാത്മാവ് ദൂത് പറയുക, ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമെന്ന്. നിന്റെ കാതുകളിൽ കേൾക്കുന്ന ചില ശബ്ദങ്ങളുണ്ടല്ലോ, അത് മനുഷ്യർ അലലിയ പറയുന്നതുണ്ട്. പിശാച് ചിലരെ കൊണ്ട് പറയിപ്പിക്കുന്ന ചില വാക്ക്. നീ വെറുതെ ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് നിന്നെ വൃദ്ധാവെന്ന് പറഞ്ഞ് നിന്റെ ശുശ്രൂഷയെ പുറകോട്ട് തള്ളാൻ ശ്രമിക്കുമ്പോൾ ഹാലലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്നിൽ ഏൽപ്പിച്ചത് നീ ധൈര്യത്തോടെ ചെയ്തോ. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം സ്വർഗ്ഗം ഈ ഭൂമിയിൽ കാണിക്കും. നിത്യതയിൽ ചെല്ലുമ്പോൾ ആ നിക്ഷേപം തമ്പുരാൻ തുറക്കും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹാലലിയ. നിരാശ വേണ്ട എന്ന് പറയുക. നിന്റെ നേരെ വരുന്ന ചില വാക്കുകൾ, ശുശ്രൂഷക്കെതിരെ വരുന്ന ചില വാക്കുകൾ, ചില ചോദ്യങ്ങൾ കേട്ട് നീ മടുക്കുന്നു, നിർത്താമെന്ന് വിചാരിക്കുന്നു. നോ, നിർത്താനല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചത്. അനവധി വേദനകളിൽ കൂടി നീ കടന്നു പോയപ്പോഴും തളർത്തുവാൻ ശത്രു നോക്കിയപ്പോഴും അവിടെ നിന്നലെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നൊരു കരമില്ലേ? ആ കരം നിന്നെ പിടിച്ചിരിക്കുന്നിടത്തോളം ഒരു ദുഷ്ടനും ആ കയ്യിൽ നിന്ന് നിന്നെ വലിച്ചോണ്ട് പോവാൻ ഞാൻ അനുവദിക്കയില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമല്ല. ഹല്ലേലൂയ. എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നീ വീട്ടിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? നിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് വരുമ്പോൾ ഹല്ലേലൂയ ചോദിക്കുന്ന ആമേൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെയോ അല്ലാത്തവരെ വേർതിരിച്ചിട്ട് അപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. എങ്ങോട്ട് പോകാൻ? നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്. മറ്റുള്ളവരോട് പറയുന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നില്ല. ഞാൻ വിശന്നു വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. അവര് ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ എപ്പോഴെന്റെ അടുക്കൽ വന്നു? ഈ എളിയവരിൽ ഒരുത്തന് ചെയ്യാത്തിടത്തോളം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ദൈവം നേരിട്ടല്ല പ്രത്യക്ഷപ്പെടുന്ന ഓരോ വ്യക്തികളെ കൊണ്ട് കാണിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ബിന്ദു സിസ്റ്ററെ എന്നെ കാണിച്ചിട്ട് പറയും, അവക്ക് വേണ്ടി പ്രാർത്ഥിയിൽ അവള് തളർന്നിരിക്കുവാണെന്ന്.
ഒരുപക്ഷെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരിക്കും വിഷയം, അല്ല വിളിച്ച് പറയുമായിരിക്കും, റീനാൻഡി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നീ എന്തു ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്നു, നീ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപം. ശമൂവേൽ പറയുന്നത് എന്തുവാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. അപ്പൊ അവിടെ ചോദിക്കുക, യഹോവയ്ക്ക് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം? നോ, അല്ല. ദൈവമക്കളെ, ഇന്ന് നാം നീയും ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് നാളെ അപ്പനെ എഴുന്നേൽപ്പിക്കും അടുത്താളെ. നമ്മുടെ മനസ്സ് തളരുമ്പോൾ, അല്ലെങ്കിൽ നാം പ്രതികൂലത്തിൽ അകപ്പെടുമ്പോൾ, ഇന്ന് നാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരാൾക്ക് വേണ്ടി അപ്പന്റെ നാമത്തിൽ അവരെ ശുശ്രൂഷിച്ചാൽ, നാളെ നമുക്ക് വേണ്ടി ദൈവം അടുത്താളിനെ ഒരുക്കും. ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമെന്ന് ചോദിക്കുമ്പോ ദൈവം പറയുക, അല്ല, ഇതെല്ലാം നിക്ഷേപമാക്കി വെച്ചേക്കുക. ഹല്ലേലൂയ. അടുത്തതെന്നാ? മൂന്നാമത്തെ ചോദ്യം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ദൈവമക്കൾ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യമാ. അപ്പാ, നിന്റെ നാമത്തിന് വേണ്ടി നിന്നിട്ട് അങ്ങയുടെ കാര്യം നോക്കിയിട്ട് ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ഒന്നും ആർഭാടത്തിലൊന്നും നടക്കാതെ അപ്പം പറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ എന്ത് പ്രയോജനമുള്ളൂ? ചോദ്യമാണ്. മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം. ഹല്ലേലൂയ. നാലാമത്തെ ചോദ്യം, ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ഹല്ലേലൂയ. ലോകത്ത് എങ്ങനെ നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പാ, അങ്ങേ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടിത്? അവരാ ഭാഗ്യവാന്മാർ? നോ. സ്വർഗരാജ്യത്തിൽ പേരുള്ളവനാ ഭാഗ്യവാൻ. ജീവപുസ്തകത്തിൽ പേരുള്ളവനാ ഭാഗ്യവാൻ. ഭൂമിയിലെ ഇത് താൽക്കാലികം കൊണ്ട് നിൽക്കുമ്പോൾ നിത്യതയൊന്ന് അത് അടുത്തുകൊണ്ടിരിക്കുകയാ. നാം പറയുന്നു, കർത്താവേ, അഹങ്കാരം എടുത്ത് നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. സത്യമാ. ആസാഫ് 73-ാം സങ്കീർത്തനത്തിലെ പറയുന്നില്ലേ, അവരുടെ വഴികളെല്ലാം ശുഭമാ. ഇയ്യോബ് പറയുന്നില്ലേ, എല്ലാം നടക്കുന്നു. ഭക്തനായ ഇയ്യോബ് പറയുന്നില്ലേ. പക്ഷെ ദൈവമക്കളെ, നാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നാം ഇന്ന് പല തീച്ചുളയിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ദൈവം കാണിക്കും ഒരു ദിവസം വേർതിരിച്ച്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് ധൈര്യമായി നിന്നോ കേട്ടോ. അപ്പൻ ഒരു ദിവസം എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് അവരെല്ലാം ഉയർച്ചയിലെത്തിയായിരിക്കും. അവരുടെ വഴി ശുഭമെന്ന് നിനക്കാ തോന്നുന്നേ, പക്ഷെ അവസാനം എന്നാ മരണവഴികളായിരിക്കും. പക്ഷെ ദൈവം പറയുക, ഹല്ലേലൂയ, നീ എനിക്ക് നിക്ഷേപമാ മോനെ, വെയിറ്റ് ചെയ്ത് ഞാൻ തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം മനുഷ്യൻ പറയുന്നേ, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. അത് ഏതാണ്ട് ഇതുമായി തന്നെ കണക്ട് ചെയ്തതല്ലേ. നല്ല പ്രവൃത്തി ചെയ്ത് അപ്പന് വേണ്ടി ആവോളം നിന്നിട്ടും സൽപ്രവൃത്തി ചെയ്തിട്ടും മേളോട്ട് പോകാൻ കഴിയാതെ ദിനംതോറും വേദനയോടെ കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയാ, വെയിറ്റ് ചെയ്യ. ഹല്ലേലൂയ. ചില വിഷയത്തിന് വെയിറ്റ് ചെയ്യ. ഗ്രേസിയാനി ദൈവാത്മാ പറയുക, ഉള്ളിന്റെ ഉള്ളിൽ ഇതുപോലെ നീറിക്കൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ വേദന കൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യമാണെന്ന് ദൈവാത്മാവ് പറയുക. പക്ഷെ ദൈവം പറയുക, നീ ചെയ്യുന്നതിന് ദൈവം ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. നീ കരയുന്നതിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അന്ന് തമ്പുരാൻ സ്മരണ പുസ്തകം നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് പലതും നിന്നെ വേദനിപ്പിക്കുകയാ. എന്തുകൊണ്ട്? ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയുക, തുറക്കും പുസ്തകം. അന്ന് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദാസിയെ നിന്റെ കണ്ണാലെ കാണുമെന്ന്
ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാം, അപ്പ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാ ഇത്. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദിനം വെച്ചിട്ടുണ്ട്. ആ സ്മരണ പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇവിടെ വെച്ച് ദൈവം എന്നെ ചിലത് കാണിക്കും. ഹല്ലേലൂയ. എന്റെ ചോദ്യങ്ങളുടെ ചില ഉത്തരം ദൈവം നൽകും. ബിജു എന്ന് പറഞ്ഞ ഡിവൈസിൽ ഇരിക്കുന്ന ദാസനോട് പറയുക, നിന്റെ ജീവിതത്തിന്റെ ചില ചോദ്യങ്ങൾക്ക് തമ്പുരാൻ ഉത്തരം തരും. യേശുവിനെ നീ വേദനയോടെ ചോദിക്കുന്നു. ഓ രാത്രിയുടെ യാമങ്ങളിൽ നീ ചോദിക്കുന്നു, അപ്പാ എന്തുകൊണ്ട്? ഹല്ലേലൂയ. അപ്പനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ട്? ഹല്ലേലൂയ. അല്ലാത്തപ്പോൾ ഇത്രയും വിഷയമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചില ചോദ്യം, മറുപടി കിട്ടാത്ത ചില പ്രാർത്ഥനാ വിഷയം നിന്റെ മുമ്പിലുണ്ട്. ദൈവം പറയുകയാ, സ്മരണ പുസ്തകം തുറക്കും, നിന്റെ പ്രാർത്ഥനകളുടെ മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകും. ദാസനെ, നിന്നെ മറന്നിട്ടല്ല ദൈവം ഡിലേ ആക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി, ആമേൻ, അതിന്റെ മഹത്വത്തിന് വേണ്ടി തമ്പുരാൻ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിന്നെ മറന്നിട്ടില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ചോദിക്കുന്ന ചോദ്യം അടുത്തത് എന്നായിരുന്നു? ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ആറാമത്തെ ചോദ്യം, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയും. കേട്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തുകൊണ്ടാ ഈ അവർക്കൊന്നും ശിക്ഷയില്ലെന്ന് എനിക്കും നിനക്കും തോന്നുന്നത്? ഹല്ലേലൂയ. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെ ഉള്ളൂ? നമ്മുടെ ഒരു കുഞ്ഞിനെ നാം ശിക്ഷിക്കുന്ന എന്തിനാ? ഒരു തെറ്റ് കണ്ടാൽ അതിൽ നിന്നും മടങ്ങി വന്ന് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, നല്ല കുഞ്ഞായി ജീവിക്കാൻ, ഇല്ലേ? ഇവിടെ പറയുന്നു, അങ്ങനെയുള്ളവർക്ക്, ദൈവത്തെ വിട്ടുപോകുന്നവർക്ക് പരീക്ഷയില്ലെന്ന് നീ ചോദിക്കുന്നു. പക്ഷെ നിന്നെ പരീക്ഷിക്കുന്ന എന്തിനാ? നീ നേരെ പാതയിൽ വന്ന് നിത്യതയിലെത്താൻ. പിന്നെ നീ ഇന്ന് പരീക്ഷയിൽ കൂടി കടന്നു പോയാലേ അടുത്തൊരു പ്രൊമോഷൻ നിനക്കുള്ളൂ, അടുത്ത സ്റ്റെപ്പ്. 1ാം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് നീ പോകാനല്ല, നീ വളർന്ന് വളർന്ന് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. അത് പരീക്ഷ ഉണ്ടാവും, ടെസ്റ്റ് ഉണ്ടാവും, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും, പിന്നെയും പുറകെ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അപ്പോഴത്തേക്ക് നീ അടുത്ത കൃപ പ്രാപിച്ചിരിക്കും. അടുത്ത സ്റ്റെപ്പ് ഉണ്ട്, അപ്പോഴത്തേക്ക് നിന്റെ വിശ്വാസം വർദ്ധിച്ചിരിക്കും. അടുത്ത സ്റ്റെപ്പ് ഉണ്ട്, അപ്പൊ നീ സഹിഷ്ണുതയിൽ എത്തിയിരിക്കും. ഹല്ലേലൂയ. എന്തിനാ ദൈവം പരീക്ഷിക്കുന്നേ? കഷ്ടത സഹിഷ്ണുതയെയോ, സഹിഷ്ണുത സിദ്ധതയെയോ, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ. ഹല്ലേലൂയ. ജീവിതത്തിലെ ടെസ്റ്റുകൾ എന്തിനാ? നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ. ഹല്ലേലൂയ. പ്രാണപ്രിയനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിജോയി ജമ്മു എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന ദാസനോട് ദൈവം ചോദിക്കുക, ജീവിതത്തിൽ പരീക്ഷ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഈ വിശ്വാസത്തിൽ ദാസനെ നീ എത്തുമായിരുന്നോ? ഹല്ലേലൂയ. ദൈവാത്മാവ് ചോദിക്കുക, നിന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്ത, നീ ഇഷ്ടപ്പെടാത്ത പല മേഖലയിലൂടെ കടത്തിവിട്ടത് നീ എന്റേതാണെന്ന് തെളിയിക്കാനും ഞാൻ എന്റെ ദൈവത്തിനുള്ളവനാണെന്ന് ചങ്കൂറ്റത്തോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ വിളിച്ചു പറയാനും വേണ്ടിയായിരുന്നു നിന്നെ ചില മേഖലകളിൽ ഞാൻ കടത്തിവിട്ടത്. അത് വെറുതെ അല്ല കേട്ടോ. ദാസനെ, ദൈവത്തെ സേവിക്കുന്നവരും അപ്പനെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം തമ്പുരാൻ കാണിക്കും. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് വരാനായിരുന്നു ദാസനെ നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയ ചില പരീക്ഷാ ഘട്ടങ്ങൾ. ഹല്ലേലൂയ. പ്രൊമോഷൻ ഉണ്ട് കേട്ടോ, ധൈര്യമായിട്ടിരുന്നു. കിരീടത്തിൽ കല്ല് ശോഭിക്കും കേട്ടോ, ധൈര്യമായിട്ടിരുന്നു. മുമ്പിലുള്ളതിനെ നീ ചങ്കൂറ്റത്തോടെ നേരിടാൻ വേണ്ടിയാ നീ ചെറുതിലൂടെ കടന്നുപോയത്. പക്ഷെ അപ്പൻ സ്മരണ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു അപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക.
ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഇന്ന് രാത്രികാലം വിശ്വസിക്കാം. അപ്പ ഞാൻ ഈ ചോദ്യങ്ങൾ ആറും എന്റെ അപ്പനോട് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാത്തവരാരുമില്ല. ഞാൻ ആരെയും കൊണ്ട് കൈ പോക്കുന്നില്ല. ചോദിക്കാത്തവരാരുമില്ല. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ചവരുണ്ട്. മനുഷ്യനാണോ ജീവിതത്തിന്റെ ഓരോ അനുഭവം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിച്ചു പോ. പക്ഷെ ദൈവം പറയുക, മക്കളെ ചോദ്യം എല്ലാം ഞാൻ ക്ഷമിച്ചു, അവിടെ ഇരിക്കട്ടെ. ഇനി 6 വിധത്തിലുള്ള മറുപടി ഞാൻ നിങ്ങളോട് പറയാൻ പോവാ. ഹല്ലേലൂയ. അതാ നമ്മള് വായിച്ചത്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. ഒന്ന്, നാം സംസാരിച്ചത് എന്റെ അപ്പൻ കേട്ടു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഉറപ്പ് തരുമോ മോളെ? മോനെ, നിരാശയോട് സംസാരിച്ചില്ലേ? അതെല്ലാം ഞാൻ കേട്ടു. അതിനെല്ലാം ഞാൻ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞു വന്ന അപ്പേ ഞാൻ ഇങ്ങനെ ചെയ്തു, അമ്മ എനിക്ക് ഇന്നത് വേണം, ആമേൻ സ്തോത്രം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിന് എന്ത് വിഷമമായിരിക്കും? ഞാൻ എന്റെ അപ്പയോട് പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കുകയില്ല. അപ്പൊ ആ കുഞ്ഞിന് നമ്മളോട് സ്നേഹം കൂടുമോ അതോ അപ്പയെ വെറുക്കുവോ? അപ്പ കേൾക്കാത്ത അപ്പയാണെങ്കിൽ പറയും, അപ്പ എനിക്ക് വേണ്ട, അങ്ങേ വീട്ടിലാണ്ട് ഇന്നാടെ പപ്പ അവ പറയുന്ന കേൾക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് 100 കമ്പാരിഷൻ പറയും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാ, എന്നെ വിട്ടിട്ട് നീ എങ്ങോട്ടും പോണ്ട, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഓ, നമ്മളെ ഇത്ര സഹിഷ്ണുതയോടെ കേൾക്കുന്ന ഒരു അപ്പ ആരാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, നീ എനിക്കെതിരെ മുറുമുറുത്തതും, ഹല്ലേലൂയ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഹല്ലേലൂയ. കേട്ടതിന് അപ്പനൊന്ന് സ്തോത്രം പറ. കേൾക്കാതിരുന്നാണെങ്കിൽ നാം എവിടെ എത്തിയേനെ? യേശു നമ്മുടെ സകല പരാധീനതകളും നമ്മുടെ കംപ്ലൈന്റുകളെല്ലാം കേൾക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. അവിടെ പറയുന്ന അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ വിഷയങ്ങൾ നാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതെല്ലാം ദൈവം കേട്ടെന്ന്. ഇനിയും ദൈവം അടങ്ങിയിരിക്കുകയല്ല. ഹല്ലേലൂയ. ഇനിയും ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോകുക. എന്ത്? എന്നെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ എന്നെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത് കാണണ്ടേ? കാണണം. ദൈവം കാണിക്കും. സകലവും വിട്ട് അപ്പനെ അനുഗമിച്ച പത്രോസിന് വേണ്ടി ദൈവം കാണിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വെച്ച് 100 മടങ്ങ് പ്രതിഫലം ഉയരത്തിലും തരാമെന്ന് പറഞ്ഞെങ്കിൽ, സകലവും വിട്ട് ജോലിയും വിട്ട് അപ്പൻ വിളിച്ചപ്പോൾ അപ്പൻ ഞാൻ ഇതാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച എന്നെയും നിന്നെയും ദൈവം കൈവിടുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൻ കൈവിടുകയില്ലെന്ന് ഇന്ന് വിശ്വസിക്കാമോ? കർത്താവേ, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. റെജീന ജോർജ്, നീ വിശ്വസിച്ചോളം പറയും, അപ്പൻ കൈവിടുകയില്ല. അപ്പനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് അപ്പൻ തള്ളിക്കളയുകയില്ല. നിന്റെ ചില ശൂന്യതകൾ, നിന്റെ പടകിന്റെ ചില അനുഭവങ്ങൾ എന്റെ തമ്പുരാൻ കാണുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. തമ്പുരാൻ ഇറങ്ങി വരും കേട്ടോ. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്റെ ദൈവം കാണിക്കും. ഹല്ലേലൂയ. 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 അപ്പോൾ ഒന്ന്, എന്റെ അപ്പൻ കേട്ടു നാം പറഞ്ഞത്. ഹല്ലേലൂയ. രണ്ടാമത് അവിടെ പറയുന്നുണ്ടോ, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം എവിടെ എഴുതി വെച്ചേക്കുവാ? ചിലത് ദൈവത്തിന്റെ സന്നിധിയിൽ. ആർക്കൊക്കെ വേണ്ടി? യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും. എന്ന് വെച്ചാൽ ദൈവ പൈതലായി നീ ജീവിച്ചിട്ടുണ്ടോ? നിന്നെ മറന്ന് കളയത്തില്ലെന്ന്. നീ പറഞ്ഞതും നീ ചെയ്തതും നീ ചോദിച്ചതും നീ കരഞ്ഞതും നീ അപേക്ഷിച്ചതും സ്മരണ പുസ്തകത്തിൽ അപ്പന്റെ അടുത്തുണ്ടെന്ന്. ഇതിനപ്പുറം ഒരു ഉറപ്പ് എന്നാ വേണം? ഹല്ലേലൂയ. ഹല്ലേലൂയ.
സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നെന്ന്. യഹോവ ഭക്തന്മാർക്കും അപ്പന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക്. അപ്പൊ രണ്ട് കാര്യം നാം ചെയ്യണം. യഹോവ ഭക്തിയോടെ ജീവിക്കണം, അപ്പന്റെ നാമത്തെ എപ്പോഴും ഓർത്തോണം. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യം നിസാരമല്ലേ? അപ്പന്റെ നാമത്തിന് സ്തുതിയും പറഞ്ഞ അപ്പ നീ മാത്രമേ ഉള്ളൂ, അപ്പ മാത്രമേ ഉള്ളൂ, എന്റെ അപ്പ മാത്രമേ ഉള്ളൂ എന്ന് ഒന്ന് പറഞ്ഞോണ്ട് നടന്ന് ദൈവത്തിന് വേണ്ടി ഒന്ന് വില കൊടുത്ത് ജീവിക്കാൻ തയ്യാറായാൽ അപ്പ പറയുക, മോനെ മോളെ, നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്മരണ പുസ്തകം എഴുതി അവിടെ എന്റെ സന്നിധി വെച്ചിട്ടുണ്ട്. അതെ, അവിടെ അടുക്കി വെക്കത്തില്ല, അത് തുറക്കും ഒരു ദിവസം. ഹല്ലേലൂയ. അപ്പൻ തുറക്കാൻ പോവാ ചിലരുടെ പുസ്തകം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അപ്പൻ ചില പുസ്തകങ്ങൾ ഓപ്പൺ ആക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ജയം. സോണി അർച്ചന എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന മക്കളെ ദൈവാത്മാവ് പറയുക, നിങ്ങളുടെ ചില വിഷയത്തിന് നിങ്ങൾ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന ചില വിഷയം, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന, അപ്പയോട് ചോദിക്കുന്ന ചില ചോദ്യം, ദൈവം പറയുക, സ്വർഗത്തിലെ ദൈവ സ്മരണ പുസ്തകം തുറക്കും. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ദൈവം പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരി പരമായി ആനന്ദ തൈലം തമ്പുരാൻ നിങ്ങളുടെ മേൽ ഇടും. ആ അഭിഷേകം മൂലം അറിയപ്പെടാൻ പോവുക. അപ്പന് വേണ്ടി നിൽക്കാൻ വിശ്വസ്തയോടെ നിന്നാൽ, അപ്പന്റെ നാമത്തെ സ്മരിച്ചാൽ, മുളയിച്ചിന് ത്യാഗം സഹിച്ചാൽ, അപ്പൻ ഇറങ്ങി വന്ന് സ്മരണ പുസ്തകം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പ, എനിക്ക് വേണ്ടി ഇന്നു രാത്രി പുസ്തകം തുറക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. എന്റെ പരാധീനതകളുടെ, എന്റെ പരിഭവത്തിന്റെ, എന്റെ വേദനയുടെ, എന്റെ പ്രാർത്ഥനയുടെ, എന്റെ കണ്ണീരിന്റെ, ഹല്ലേലൂയ, വിശ്വസിക്കാമോ? ദൈവം ചിലത് തുറക്കാൻ പോവുക. അവിടെ പറയുകയാ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം അപ്പൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ നാം പറഞ്ഞു. ഒന്ന്, കർത്താപ്പച്ചൻ ശ്രദ്ധ വെച്ച് കേട്ടു. രണ്ട്, നമുക്ക് വേണ്ടി എഴുതി എന്നാ വെച്ചേക്കുവാ? ഒരു സ്മരണ പുസ്തകം. മൂന്നാമതായിട്ട് അതിന്റെ 17-ാം വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഇപ്പൊ ദൈവം ഒരു ദിവസം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാ, ഇല്ലേ? അതിന്റെ ലക്ഷണങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. നമ്മെ എടുക്കാനായിട്ടുള്ള, നിത്യതയിലേക്ക് ചേർക്കാനായിട്ടുള്ള സമയം ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പ പറയുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ഒരു ദിവസം, അന്ന് അവരൊരു നിക്ഷേപമായിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം നിക്ഷേപം എപ്പോഴെങ്കിലും തുറക്കുവോ? ഇല്ല. എപ്പോഴും ആ നിക്ഷേപം എന്നാന്ന് പറഞ്ഞ് തുറക്കുവോ? ഇല്ല. ഹല്ലേലൂയ. ബാങ്കിലൊക്കെ കൊണ്ടുവന്ന് എന്നാ ഇവരൊക്കെ കൊണ്ടുവന്ന് സ്വർണ്ണമൊക്കെ എന്തോ ലോക്കറി വെക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് എന്നും ബാങ്കിൽ പോയി എടുക്കും. അതിന്റെ സ്വർണം അവിടെ ഇരിക്കുന്നു എന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ബാങ്കിൽ ചെന്ന് ചോദിക്കുവോ? അവര് പറയും, ഇവർക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഓടിക്കും. നിന്റെ ഇതും കൊണ്ട് പൊക്കോളാൻ പറയില്ലേ? നിക്ഷേപം തുറക്കുന്ന എപ്പോഴാ? ഏറ്റവും നിർണായകമായ ആവശ്യ സമയത്ത്, ഇല്ലേ? അപ്പൊ സ്വർഗത്തിലെ ദൈവം ഓൾറെഡി നമ്മെ എന്താക്കി വെച്ചേക്കുവാ? സ്വർഗത്തിലെ അപ്പൻ ഒരു നിക്ഷേപമാക്കി വെച്ചേക്കുവാ. അതെന്നാ തുറക്കുന്നേ? അപ്പൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ആ ദിവസം. ഓ, ഒന്ന് ഓർത്തേ, അന്ന് ദൈവം സകലത്തിന് ഒരു പ്രതിഫലം തരും. അന്ന് ഇവിടെ ചോദിച്ചവരും, അന്ന് ഇവരെ സുഖിച്ചവരും, അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, അപ്പാ ദുഷ്ടന്മാർ എന്തുകൊണ്ട് അഭ്യുദയം പ്രാപിക്കുന്നു? അവർക്ക് കുഴപ്പമില്ല, അവർക്ക് വേദന ഒത്തുമില്ല, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചില്ലേ? പക്ഷെ നിക്ഷേപത്തിന്റെ വില അന്നറിയാം. അനുഭവിച്ച ത്യാഗത്തിന്റെയും കർത്തൃനാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെയും യഹോവ ഭക്തിയോടെ ജീവിച്ചതിന്റെയും പ്രതിഫലം
നീ അതൊരു നിക്ഷേപമായിരുന്നെന്നുള്ളത് അപ്പൻ ഉണ്ടാക്കുവാനുള്ള ആ ദിവസത്തിലെ വെളിപ്പെട്ട് വരികയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അല്പസമയത്തേക്ക് അനുഭവിക്കുന്ന ഈ വേദന, അല്പസമയത്തേക്ക് അനുഭവിക്കുന്ന ഈ ശോധന, അല്പസമയം നിനക്ക് തോന്നാം മറുപടിയില്ലെന്ന്, അതൊരു നിക്ഷേപമാക്കി അപ്പൻ വെച്ചിരിക്കുക. ദൈവം ഓപ്പൺ ആക്കുന്ന ഒരു ദിനമുണ്ട്. നീ സഹിച്ചതിന്, നീ ത്യാഗം അനുഭവിച്ചതിന്, നീ കരഞ്ഞതിന്, എന്റെ നാമത്തെ സ്മരിച്ചതിന്, നീ യഹോവ ഭക്തിയോടെ ജീവിച്ചതിന്, ഹല്ലേലൂയ, ഒരു പ്രതിഫലമുണ്ട് കേട്ടോ. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. അത് വെളിവാകുന്നതേ അപ്പന്റെ ആ ദിവസത്തില്, നമ്മുടെ ദിവസമല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ അല്പസമയമേ ഉള്ളൂ. എന്ത് ത്യാഗം അപ്പ! അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ ഞാൻ ഒരു നിക്ഷേപമാണെന്ന് അപ്പ അറിയിക്കും. അന്ന് സ്വർഗം എന്നെ മാനിക്കും. ആ വാക്യത്തിൽ അത് തന്നെയാ കിടക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന് നിക്ഷേപമായതിനൊന്ന് നന്ദി അർപ്പിക്കാമോ? അപ്പാ നന്ദി. എന്ത്? ആദരിക്കുന്ന ഒരു ദിവസം. ആര്? സ്വർഗത്തിലെ ദൈവം ഒരു മകനെ ആദരിക്കുന്നത് പോലെ. ഇതിലപ്പുറം എന്നാ വേണമെന്നേ? സ്വർഗത്തിലെ അപ്പൻ നമ്മെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ ദിവസത്തിന് വേണ്ടിയാ നാം ഇന്ന് ചിലത് അനുഭവിക്കുന്നത്. ആ ദിവസത്തിൽ എത്തുന്നതിന് മുമ്പ് നാം ചില വേദനകളിൽ കൂടി കടന്നു പോകുന്നത്. ആ ദിവസത്തിലോട്ട് എത്താൻ വേണ്ടിയാ ചില കഷ്ടതകളിൽ കൂടി നാം കടന്നു പോകുന്നത്. പക്ഷെ വൃഥാവാകത്തില്ല കേട്ടോ. അപ്പന്റെ സന്നിധി നാം നിക്ഷേപമാ. പക്ഷെ ഒരു ദിവസം ദൈവം ആദരിക്കും. മനുഷ്യരെല്ലാം നിന്നെ ആദരിക്കാതെ ഈ ഭൂമിയിൽ തള്ളിയാലും ഒരു കാര്യം ഉറപ്പാ, തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ വെച്ച് ആദരിക്കുന്ന ഒരു ദിനമുണ്ട്. ഇന്ന് ആദരിക്കേണ്ട പലരും എന്നെയും നിന്നെ ആദരിക്കുന്നില്ല. അസൂയ കൊണ്ടായിരിക്കും, നീ കയറി വരണ്ടെന്നായിരിക്കും, നിന്റെ നന്മയ്ക്കെതിരെ ആയിരിക്കും, നിന്റെ ശുശ്രൂഷക്കെതിരെ ആയിരിക്കും തടയിടുക. പക്ഷെ ഈ വേലിക്കല്ലുകളെല്ലാം പൊട്ടിച്ചിട്ട് എന്റെ അപ്പൻ ഒരു ദിവസം ആദരിക്കും. ഹല്ലേലൂയ. അന്ന് ഈ ഭൂമിയിൽ വെച്ച് ദൈവം ചില, അല്ലെങ്കിൽ ഉയരത്തിൽ വെച്ച് ദൈവം ചില വ്യത്യാസങ്ങൾ കാണിക്കും. യേശുവിന്റെ നാമത്തിൽ ജയം. വിശ്വസിക്കാമോ? ലോകപ്രകാരം ആരും ആദരിച്ചില്ലെന്നോർത്ത് വേദനിക്കേണ്ടെന്ന്. ഉയരത്തിലെ അപ്പൻ ആദരിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന്. ഹല്ലേലൂയ. തള്ളിയവരുടെ നടുവിൽ, മാനിക്കാത്തവരുടെ നടുവിൽ, വില കൽപ്പിക്കാത്തവരുടെ നടുവിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം തള്ളുമ്പോൾ ഒന്ന് ഉറച്ചോ, മാന്യത കൂടുതലാ. എല്ലാവരും നടുവിൽ വെച്ചാ എന്റെ അപ്പൻ ആദരിക്കാൻ പോകുന്നത്. ഒരു നിക്ഷേപമാ ഞാനും നീയും കേട്ടോ. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. സേബ സൗദി, ഹല്ലേലൂയ. ദൈവാത്മാ പറയുക, നീ വിശ്വസിക്കാൻ. പലരുടെയും മുമ്പിൽ നീ തള്ളപ്പെട്ടു, പലരും നീ കയറി വരേണ്ടിടത്ത് നിന്നെ ഒതുക്കി മാറ്റി. പക്ഷെ നീ ഒരു കാര്യം ചെയ്തോണം, നീ യഹോവ ഭക്തിയോടെ നിന്നോ, ദൈവത്തിന്റെ നാമത്തെ സ്മരിച്ചോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഉറച്ചോണം കേട്ടോ. പലരും നിനക്ക് ആദരവ് തന്നില്ലെന്നോർത്ത് വേദനിക്കണ്ട. ഞാൻ അനുവദിക്കാഞ്ഞതാ. അവരുടെ മധ്യത്തിൽ നിന്റെ മുഖത്ത് ആദരിക്കുന്ന ഒരു ദിനമുണ്ട്. ഒറ്റ കാര്യം, നിന്നിലുള്ള ദൈവഭക്തി നീ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഇന്ന് രാത്രിക്കാലം ഏൽപ്പിക്കാമോ? കർത്താവേ, ലോകം എന്നെ ആദരിക്കേണ്ട, കുഴപ്പമില്ല. പക്ഷെ ഒരു അപ്പ മകനെ ആദരിക്കുന്നത് പോലെ എല്ലാവരുടെ നടുവിൽ വെച്ച് ആ ദിവസത്തിൽ എന്റെ ദൈവം എന്നെ ആദരിക്കാൻ പോകുന്നതിന് നന്ദി. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ജയം. റോബി, ഹല്ലേലൂയ.
ജോർജി എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന ദാസനോട് ദൈവാത്മാ പറയുക, യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ ദാസനെ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. നീ വിശ്വസിച്ചോണം കേട്ടോ. പലരും മുഖത്ത് നോക്കി വിധി എഴുതുമ്പോൾ സ്വർഗം പറയുകയാ, നിന്റെ മുഖത്തെ ആദരിച്ച് ഒരു പിതാവ് മകനെ ആദരിക്കുന്നത് പോലെ ആദരിക്കുന്ന ഒരു ദിനം സ്വർഗത്തിലെ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ആദരവ് ഒരു പരിധിക്ക് നിൽക്കുമ്പോൾ ദൈവം കൽപ്പിച്ചത് അത് നടക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അടുത്ത് തന്നെതാ. ഹല്ലേലൂയ. മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ആദരിക്കും. ആറാമത്തെ പോയിന്റ്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ വാക്യം എന്നാ? അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പോൾ കേട്ടോ, അപ്പോൾ ദൈവം ഉണ്ടാക്കാനിരിക്കുന്ന ആ ദിവസത്തിൽ. ഹല്ലേലൂയ. അവിടെ ദൈവം പറയാം, നീ ചോദിച്ചില്ലേ? ദൈവം പറയാം, നീ ദുഷ്ടനെ നോക്കിയിട്ട് എന്നോട് ചില ചോദ്യം ചോദിച്ചില്ലേ? ഇന്നല്ല നീ അതിന്റെ മറുപടി കാണാൻ പോന്നെ. അപ്പോൾ. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും. അപ്പൊ ഇവിടെ ദുഷ്ടന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് വേദനിക്കണ്ട കേട്ടോ. അവർക്ക് വേദനയില്ല, അവർ അഭ്യുദയം പ്രാപിക്കുന്നവർക്ക് പരീക്ഷയില്ല. ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ അവർ പരീക്ഷിക്കപ്പെടുന്നില്ല. ഒന്നും നീ ഓർക്കണ്ട. ഒരു ദിവസമുണ്ട് ദുഷ്ടനും നീതിമാനും തമ്മിൽ തെളിയപ്പെടുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. അതിനുശേഷം പറയാ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പൊ ദൈവത്തെ സേവിക്കുന്നത് വൃഥാവല്ലെന്ന്. ഹല്ലേലൂയ. സേവിക്കാത്തവർക്ക് അതില്ല ഇതില്ലെന്ന് നീ ഇത് പറയുന്നു, ശരിയാ. പക്ഷെ ദൈവം ആ വ്യത്യാസം, നീ സേവിക്കാൻ ഇറങ്ങിയതിന്റെ വ്യത്യാസം കാണിക്കും. അപ്പൻ ഉണ്ടാക്കാൻ പോകുന്ന ദിവസം നീ കേട്ട നിന്ദയുടെ, നീ കേട്ട ആക്ഷേപത്തിന്റെ, നീ കേട്ട ചോദ്യങ്ങളുടെ, ഹല്ലേലൂയ, നീ അനുഭവിച്ച വേദനയുടെ, ഹല്ലേലൂയ ഹല്ലേലൂയ, വ്യത്യാസം എന്റെ ദൈവം കാണിക്കും. വിശ്വസിക്കാമോ? ദൈവം എനിക്ക് വേണ്ടി ഒരു ദിനം ഒരുക്കി വെച്ചിട്ടുണ്ട്. മിനി മാത്യു വിശ്വസിക്കാൻ പറയുക. നീ കടന്നു പോകുന്ന ചില മേഖലകൾ നിനക്കോർക്കും. എങ്ങനെ നീ ചോദിക്കാറുണ്ട്, അപ്പ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും കരഞ്ഞു, ഇത്രയും ആയിട്ട് എന്തുകൊണ്ട് എന്നുള്ള ചില ചോദ്യം. ദാസിയെ ദൈവം പറയും, നീ വചനത്തിൽ ഉറയ്ക്ക്, നീ വചനത്തിൽ ധൈര്യപ്പെട. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസവും ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസവും ദൈവം കാണിക്കും. നീ ദൈവത്തെ സേവിക്കുന്നവൾ, നീ ദൈവത്തോട് കരയുന്നവൾ, ദൈവം അത് വെളിപ്പെടുത്തും, അത് വീണ്ടും കാണിക്കും. അപ്പനൊരു ദിവസം വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ദൈവമക്കളെ വിശ്വസിക്കണം കേട്ടോ. യെസ്, ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ എൻ്റെ അപ്പനെ സേവിക്കാൻ ഇറങ്ങിയിട്ട്, അപ്പനെ സ്നേഹിക്കാൻ ഇറങ്ങിയിട്ട് അപ്പൻ വെളിപ്പെടുത്തുന്ന ഒരു ദിനമുണ്ട്. സിനിമകളെ വിശ്വസിച്ചോ കേട്ടോ. അപ്പൻ ചിലത് വെളിപ്പെടുത്തും. യെസ്, ദൈവം വെളിപ്പെടുത്തും എന്ന് വെച്ചാൽ വെളിപ്പെടുത്തും. ഇന്ന് നിന്റെ മുമ്പിൽ പലതും ചോദ്യം, ഇന്ന് മുമ്പിൽ നിന്റെ ചില വിഷയങ്ങൾ ശൂന്യമാ, ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ ചില വിഷയങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷെ ദൈവം പറയുന്നു, ദൈവം ചിലത് തെളിയിക്കും. അത് നിന്നെ നോക്കി പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന, നിന്റെ പ്രാർത്ഥനയെ നോക്കി പുച്ഛിക്കുന്ന ചിലരുടെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ ഭൂമിയിൽ മാത്രമല്ല, അപ്പൻ ഉണ്ടാക്കാൻ ഇരിക്കുന്ന ആ ദിനത്തിൽ സ്വർഗം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. 6 കാര്യങ്ങൾ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചത് നാം കണ്ടു. 6 കാര്യങ്ങൾ ദൈവം മനുഷ്യരോട് പറഞ്ഞത് നാം കണ്ടു. ഇനി ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, ആമേൻ, ദൈവം ഈ ഭൂമിയിൽ വെച്ച് വെളിപ്പെടുത്തിയ ചില വിഷയങ്ങള്, ആമേൻ, സ്തോത്രം പറഞ്ഞിട്ട് എന്റെ സമയത്തിനകത്തിൽ തന്നെ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും
ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നാ പോലും നാവനക്കേല. വാക്യം കണ്ടോ? ആർക്കൊക്കെ മധ്യത്തിലാ? ഇസ്രായേലിയർക്കും മിസ്രൈമ്യർക്കും മധ്യേ ആരാ വ്യത്യാസം വെക്കാൻ പോന്നെ? യഹോവ. എന്ന് വെച്ചാൽ വാഗ്ദത്ത സന്തതിക്കും വാഗ്ദത്ത സന്തതിയെ ഞെരുക്കുന്ന മിസ്രൈം എന്ന ജാതിക്കും നേരെ സ്വർഗത്തിലെ ദൈവം വ്യത്യാസം വെച്ചിട്ട് ഒരു നാ പോലും അനങ്ങാതെ തന്റെ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് പുറപ്പെടുവിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഈ വചനം ഒന്ന് വിശ്വസിക്കാമോ? യെസ്. വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ പല അടയാളവും ദൈവം കാണിച്ചിട്ടും ദൈവമാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും മുന്നോട്ട് വിടാത്ത ചില വിഷയങ്ങളുടെ മേൽ ഇന്നു രാത്രി ദൈവം ചില വ്യത്യാസം വെച്ചുകൊണ്ട് അടയാള സഹിതം തന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ പോവാ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയാതെ എന്നെയും എന്റെ കുടുംബത്തെയാണെന്ന് വചനം ഒന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. അവിടെ എന്നാ പറയുന്നെന്നുള്ളത് ആ 11ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വായിച്ചാ മതി. 9 ബാധ അയച്ചിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് തന്റെ ജനത്തെ വിട്ടയക്കുകയില്ല. ആദ്യം പറഞ്ഞു നിങ്ങൾ പുരുഷന്മാര് പോ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കട്ടെ. പിന്നെ പറഞ്ഞു നിങ്ങളുടെ മൃഗസമ്പത്ത് ഇവിടെ നിൽക്കട്ടെ. ദൈവം അങ്ങനല്ലെന്ന് എന്നെ നിന്നെ വിടാൻ ആഗ്രഹിക്കുന്നത്. വാഗ്ദത്ത ദേശത്തെത്താൻ നിനക്കുള്ള സകലത്തെയും കൂടെ വിടുന്നത്. അത് അനുവദിക്കാതെ പിന്തുടരുന്ന ചില ശക്തികളെ നോക്കി തമ്പുരാൻ ഇന്ന് ഹല്ലേലൂയ മധ്യേ നിന്നുകൊണ്ട് വ്യത്യാസം വെച്ച് നിന്നെ വാഗ്ദത്തത്തിൽ പ്രവേശിപ്പിക്കാൻ പോവാ. വചനം ഏറ്റെടുത്തോണേ. എല്ലാരോടും ദൂത് പറയണമെങ്കിലും വചനമൊന്ന് അതൊന്ന് ഏറ്റെടുക്കാമോ? ദൈവം ഇന്ന് എനിക്ക് വേണ്ടി ചില മധ്യസ്ഥമായി നിന്ന് എന്നെ പിന്തുടരുന്ന ശത്രുവിന് പുറകോട്ടും എന്നെ മുന്നോട്ടും വിടുന്ന രാത്രിയാ. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചൊന്ന് ഏറ്റെടുക്കണം കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പറയുന്ന പിന്തുടരുന്ന ചില ഫറവോന്റെ ആധിപത്യങ്ങളെ സ്വർഗം ഇന്ന് വേർതിരിക്കുകയോ ഹല്ലേലൂയ ആർക്കു വേണ്ടി? വിശ്വസിക്കുന്ന വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. അവിടെ വ്യക്തമായി കാണുന്നു. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു. എന്താ വെച്ചത്? ഹല്ലേലൂയ. ആ 12ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഉണ്ട്. ഹല്ലേലൂയ. ഈ മിസ്രൈമ്യയുടെ ഭവനത്തിൽ കടിഞ്ഞൂലിനെ ഒക്കെയും കടിഞ്ഞൂൽ സംഹാരം എന്നേക്കുമായി സ്വർഗം ഇല്ലാതാക്കാൻ പോവുകയാണ്. ഒരേ ദേശത്ത് അടുത്തടുത്ത ഭവനങ്ങളിൽ ഓർത്തോണം. പക്ഷെ മിസ്രൈമിന്റെ ഭവനത്തിൽ മാത്രം ഈ ന്യായവിധി നടക്കും. വാഗ്ദത്ത സന്തതിയുടെ തലമുറ സേഫ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ആടിനെ അറുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും എന്നാ ചെയ്യണം? രക്തമടയാളം വയ്ക്കണം. ദൈവമക്കളെ, അന്ന് രക്തം പ്രത്യക്ഷമായി അടയാളം വെച്ചെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാ നമുക്കുള്ളതിന് യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നേ? യേശുപ്പയുടെ രക്തത്തിന് വില ഉണ്ടെന്ന്. കാൽവരി ക്രൂശിൽ ശത്രുവിന്റെ തലയെ തകർത്തിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ആ രക്തം അടയാളം വെക്കണം. അവിടെ പറയുന്നു ഹല്ലേലൂയ സംഹാരകൻ എവിടെല്ലാം കേറി? ഫറവോന്റെ വീട് കൊട്ടാരം മുതൽ ഹല്ലേലൂയ ഏറ്റവും കുടിലുള്ള ഏറ്റവും താണ ആ കുടുംബത്തിലെ തന്നെ ആദ്യത്തെ സന്തതിയെ ദൈവം വ്യത്യാസം വെക്കുമെന്ന് പറഞ്ഞിട്ട് മാറുമോ? ഇല്ല. തന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും. അങ്ങനെ ഹല്ലേലൂയ കടിഞ്ഞൂൽ സംഹാരം നടത്തിയിട്ട് തന്റെ ജനത്തെ വിട്ടയക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? 9 പ്രാവശ്യം നിന്റെ മറുപടി തടഞ്ഞെങ്കിൽ 10ാം പ്രാവശ്യം അങ്ങ് നേരിട്ടിറങ്ങും. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? 9 പ്രാവശ്യം മറുപടി തടഞ്ഞു.
9 പ്രാവശ്യം നിന്നെ വിട്ടയക്കേല. പക്ഷെ സ്വന്തം കുടുംബത്തിൽ വാള് വന്നപ്പോൾ വിട്ടയച്ചു. മര്യാദയ്ക്ക് ദേശത്ത് വാള് വന്നപ്പോഴേ അങ്ങ് വിട്ടാ പോരായിരുന്നോ? പക്ഷെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന ചിലരുണ്ട്. ഒന്ന് ഓർത്ത് സ്തോത്രം പറ. അവരുടെ കുടുംബത്തിൽ ദൈവം അയക്കാൻ പോവാ ചിലത്, അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്നാലേ നിന്നെ വിടത്തുള്ളൂ. 9 പ്രാവശ്യം മര്യാദയ്ക്ക് എന്റെ അപ്പൻ നോക്കി എന്റെ കുഞ്ഞിനെ വിടാൻ. ഇനി നീ പിടിച്ചു വെക്കല്ല. ഇതുപോലെ പിടിച്ചു വെച്ചേക്കുന്ന ചിലതിന്റെ വാഗ്ദത്തം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചിലതിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവം ഇനി ഒരു പിടി പിടിച്ചാൽ അതൊരു പെർമനന്റ് പിടിയായിരിക്കും. നിലവിളിയുടെ പിടിയായിരിക്കും നിന്റെ ശത്രുവിന്റെ ഭവനത്തിൽ. നിന്നെ വിട്ടയക്കാത്ത, നിന്റെ വാഗ്ദത്തത്തിൽ കാലുകുത്താതെ നിനക്കെതിരെ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നേർച്ച കാഴ്ചകൾ വിട്ട് പുറകെ നടക്കുന്ന ചില ഫറവോന്റെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ കരം ഈ രാത്രിയിൽ ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയെ തടയുന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങാൻ പോവുക. വാഗ്ദത്തം കാണിക്കാത്ത, വാഗ്ദത്തത്തിൽ കാലുകുത്തിക്കാത്ത വിഷയങ്ങൾ. ഹല്ലേലൂയ. ദൈവം പല അടയാളം കൊടുത്തിട്ട് പിന്നെയും ഹല്ലേലൂയ മനസ്സ് കഠിനമാക്കിയ ശത്രുവിന്റെ നടുവിൽ ദൈവം വ്യത്യാസം വെച്ചുകൊണ്ട് പുറപ്പെടുവിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, തമ്പുരാൻ അതെല്ലാം ചെയ്തു. നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. വെറുതെ വിട്ടുമില്ല. മിസ്രയീമിനോട് കൊള്ള പങ്കിട്ടുകൊണ്ട് അവര് ചോദിച്ച, നിങ്ങൾ വായിക്കണം 12-ാം അധ്യായത്തില് തമ്പുരാൻ പറയുന്നുണ്ട്. 10-ാം അധ്യായത്തില് ആമേ സ്തോത്രം, ഹല്ലേലൂയ. 12-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തില് പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചതെല്ലാം അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ മിസ്രയീമ്യരെ കൊള്ളയിട്ടുകൊണ്ട് പോയെന്ന്. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നടക്കേല. വീടുകളിൽ ശത്രു സംഹാരം വന്നപ്പോ തലമുറയെ ദൈവത്തിന്റെ ന്യായവിധി കൊണ്ട് ദൈവം ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്തപ്പോൾ നീ എന്തോ വേണേ കൊണ്ടുപോയി ദേശത്തൂന്ന് പോയാ മതി. കാരണം നിന്നെയും നിന്റെ തലമുറയും വിടത്തില്ലെന്നല്ലായിരുന്നോ ശത്രുവിന്റെ ഇഷ്ടം? നീ നിന്റെ തലമുറയും വാഗ്ദത്ത കാനാനിൽ എത്തല്ലെന്നല്ല ഉള്ളായിരുന്നോ? നീ നിന്റെ തലമുറയും വാഗ്ദത്തം പ്രാപിക്കല്ലെന്നല്ല ഉള്ളായിരുന്നോ? അവസാനം ദൈവം തൊടേണ്ടതിനെ തൊട്ടുകെട്ടപ്പോ എന്തോ വേണേ തരാം, പൊക്കോളാൻ. ഇങ്ങനൊരു യാത്രയൊന്ന് ഓർത്തേ. ഇതുവരെ തടഞ്ഞു വെച്ചതേ നീ ഇനിയും പോന്നത് കൊള്ളയിട്ടുകൊണ്ടാ. ഏത് ശത്രുവിന്റെ ചില ഭവനത്തില് നീ ചോദിക്കുന്നതെല്ലാം നിന്റെ കൈ തന്നിട്ട്. വിശ്വസിക്കാമോ? ദൈവത്തിന്റെ വചനം അതാ പറയുന്നേ. ആ വചനം ഒന്ന് വിശ്വസിക്കാമോ? എന്നെ നിങ്ങൾ ആരും വിശ്വസിക്കണേ, പക്ഷെ ദൈവത്തിന്റെ വചനം ഒന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. വെറും കൈയോട് അപ്പൻ വിടത്തില്ലെന്ന്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കട്ടെ, ഭാര്യ നിൽക്കട്ടെ, മൃഗസമ്പത്ത് നിൽക്കട്ടെ. നീ എത്രയും എന്റെ കുഞ്ഞിനെ വിട്ടയക്കാതിരിക്കുന്നു, നിന്റെ കയ്യിലെ വെള്ളിയും സ്വർണവും കൊണ്ട് എന്റെ കുഞ്ഞു പോകാൻ പോവാ. പിന്നെ എന്നാ വേണം? ശത്രു തടയുന്നത് നല്ലതാ കേട്ടോ. അവരുടെ മുമ്പിൽ ദൈവം ചിലത് വെളിപ്പെടുത്താനാണെന്ന്. അവരുടെ കയ്യിലുള്ളതുകൂടി ഇങ്ങോട്ടേക്ക് തരുമെന്ന്. ഹല്ലേലൂയ. 9 പ്രാവശ്യം തടഞ്ഞു, 9. പക്ഷെ ദൈവം വിട്ടയക്കാമെന്ന് പറഞ്ഞ ദൈവം വിട്ടയക്കും. ഹല്ലേലൂയ. അടുത്തൊരു വ്യത്യാസം പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ അതിന്റെ 20 തൊട്ടുള്ള വാക്യം, 19 തൊട്ടുള്ള വാക്യം. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം. കേട്ടോ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവം എവിടാ കാണിക്കുന്നേ? നിർണായക ഘട്ടത്തിൽ. ഹല്ലേലൂയ. ഇത് എവിടെ വെച്ചാ കാണിക്കുന്നതെന്നറിയോ? ചെങ്കടലിന്റെ തീരത്ത്. മുന്നിൽ ചെങ്കടൽ, പിറകിൽ ഫറവോന് സൈന്യം. അവിടെ അപ്പൻ അങ്ങ് ഇറങ്ങി മുമ്പിൽ നിന്ന ദൂതനോട് പറഞ്ഞു, മോനെ നീ പുറകെ പൊക്കോ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ നീ ഇപ്പൊ നിന്നത് മതി, ഞാനുണ്ട് മുന്നോട്ട് വിടാൻ. നീ ഇപ്പൊ പുറകെ, കാരണം പുറകെ ചിലത് വരുന്നുണ്ട്. മുന്നിലോട്ടുള്ള വഴി ഞാൻ തുറക്കാൻ പോവാ. ഇന്ന് രാത്രി കൊണ്ട് ഞാൻ ചിലത് ചെയ്യാൻ പോവാ. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കിഴക്കൻ കാറ്റ് അടിപ്പിക്കാൻ പോവാ.
അവരപ്പുറം കടക്കാൻ പോവാ, അവർ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ പോവാ. ഈ രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ വഴി ദൈവം ഓപ്പണാക്കാൻ പോവുക. വ്യത്യാസം വെച്ചുകൊണ്ട് ഇതിവരെ മുമ്പിൽ നിന്ന ദൂതൻ പുറകിൽ വന്നിട്ട് പുറകെ വരുന്ന നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ തടഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ചെങ്കടൽ ഓപ്പണാക്കാൻ പോവുക. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അല്ലെങ്കിൽ വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വെക്കാതെ അതിനെ സമ്മതിക്കാതെ നിൽക്കുന്ന ചിലതിനെ തമ്പുരാൻ തന്നെ തടയിട്ടുകൊണ്ട് വാഗ്ദത്തത്തിലേക്കുള്ള ആ ചെങ്കടലിന്റെ വഴിയെ തടഞ്ഞ് ആ ചെങ്കടലിനെ തമ്പുരാൻ ഓപ്പൺ ആക്കിക്കൊണ്ട് അപ്പുറം കിടക്കുന്ന രാത്രിയാ. ഈ ഒറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ ചിലർക്ക് വേണ്ടി കിഴക്കൻ കാറ്റ് അടിപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാമോ? നാളെ പകൽക്കാലം ചില വാഗ്ദത്തം എന്റെ കാതുകളിൽ കേൾക്കുമെന്ന്. ഞാൻ വാഗ്ദത്തത്തിന്റെ കാലെടുത്ത് വെക്കുന്ന പകലാണെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ ജയം. ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു കേട്ടോ. ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുക. വിശ്വസിക്കുന്ന ചിലരുടെ ഭവനങ്ങളിൽ ഈ രാത്രി ചിലത് സംഭവിക്കുക. ഒരു അസാധാരണ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അപ്പൻ ഈ ഭൂമിയിൽ വെച്ച് കാണിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. അവിടെ ഹല്ലേലൂയ. അത് ദൈവം എന്താ ചെയ്തു? ഇസ്രായേൽ ജനത്തിനും മധ്യേ ദൈവം ഒരു വേർതിരിവ് വെച്ചു. തന്റെ ജനത്തെ അക്കരെ കടത്തി കേട്ടോ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം നടക്കട്ടെ കർത്താവേ. ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ചില വിടുതലുകൾ ചില കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, അസാധ്യമെന്ന് ശത്രു വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൽ കാണിക്കാതെ ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാതെ വെല്ലുവിളിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ അനേക കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഹല്ലേലൂയ നിർത്താൻ ആഗ്രഹിക്കുന്നു. സമയം പോകുന്നത് കൊണ്ട് കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട്, പക്ഷെ എല്ലാം നോക്കണമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ഇതാര് പറയുന്നതാണെന്നറിയാം? ഹല്ലേലൂയ. ധനവാനും ലാസറും. ഹല്ലേലൂയ. ധനവാന്റെ വീടിന്റെ വാതിക്കൽ ഒരപ്പക്കഷ്ണത്തിന് വേണ്ടി ഹല്ലേലൂയ ആഗ്രഹിച്ച ലാസർ. ആ വാക്യം അങ്ങനെ തന്നെയാ. ആമേ സ്തോത്രം. ആ 20-ാം വാക്യത്തിലുണ്ട്. ധനവാൻ എങ്ങനെയാ? 19-ലുണ്ട്. ധനവാൻ ആഡംബരത്തോടെ സുഖിച്ച് ദിനംപ്രതി ജീവിച്ചപ്പോൾ ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ആ ധനവാന് എന്നില്ലായിരുന്നു, മോശയുടെ ന്യായപ്രമാണം അറിയലായിരുന്നു. ഹല്ലേലൂയ. ആ 29-ാം വാക്യവും ആമേൻ സ്തോത്രം 33-ാം വാക്യത്തിലും ഉണ്ട്. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കില്ല. അത് എന്നാന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ഈ മോശയുടെ ന്യായപ്രമാണം അല്ല ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ ആർക്കറിയായിരുന്നു? ദരിദ്രനായ ഈ ലാസർ. അങ്ങനെ ദരിദ്രനായ ലാസർ മരിച്ചു. ദൈവം അബ്രഹാം മടിയിലേക്ക് ആരെ കൊണ്ടുപോയി? ലാസറിനെ. ധനവാൻ എവിടേക്ക് പോയി എന്നുള്ളത് അവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവണ്ണം സ്തോത്രം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഒരപ്പക്കഷ്ണത്തിന് വേണ്ടി വാതുക്കൽ ഇരുന്നപ്പോഴേ അന്ന് നോക്കിയോ? ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ ഇന്നത്തെ ധനവാന്മാരെ നാളെ നമ്മൾ അബ്രഹാം പിതാവിന്റെ നമ്മുടെ അപ്പന്റെ മടിയിൽ ഇരിക്കുമ്പോഴേ ഇന്ന് നമ്മൾ പലരെ നോക്കി വേദനിക്കുന്നില്ലേ?
ഇന്ന് പല ചോദ്യം ചോദിച്ചില്ലേ? അപ്പൊ മറുപടി എന്നാ? അന്ന്. ഹല്ലേലൂയ. ഇന്ന് പലരോട് യാചിക്കുമ്പോ പുച്ഛിച്ച് തള്ളത്തില്ലേ? ഹല്ലേലൂയ. നീ പോയി നിന്റെ ദൈവത്തോട് പറയുന്നു പറഞ്ഞ് ആക്ഷേപിക്കത്തില്ലേ? ഹല്ലേലൂയ. പക്ഷെ ദൈവം വ്യത്യാസം വെക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കെഞ്ചാൻ പോവാ. ഹല്ലേലൂയ. വിരലിന്റെ അറ്റം മുക്കിയിട്ട് നാവ് തണുപ്പിക്കാൻ നോ, ദൈവം ചെയ്യത്തില്ല. എന്റെ കുഞ്ഞ് ഇന്ന് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ചില കഷ്ടത, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന എന്റെ പൈതലിന് വേണ്ടി ഞാൻ മേളിൽ വാസസ്ഥലം ഒരുക്കുമ്പോൾ, ഇന്ന് പുളച്ച് മതിച്ച് ആഡംബരത്തോടെ ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിനക്ക് വേണ്ടി നരകയാതന ഒരുങ്ങാൻ പോവുകയാണ്. അപ്പൊ ദൈവം വ്യത്യാസം കാണിക്കും കേട്ടോ. അവിടെ പറയുക, ഞാനോ ഇവിടെ വന്ന് എന്റെ സഹോദരന്മാരെ രക്ഷപ്പെടുത്തേണ്ടതിന് അവിടോട്ടൊന്ന് അയക്കാൻ. തമ്പുരാൻ പറഞ്ഞില്ല, അവിടെ മോശെ ഏലിയാവും ഒക്കെ ഉണ്ട്. അവര് പറയുന്നത് കേൾക്കാതാ നീ ഇവിടെ വന്നേ. അവര് വേണമെങ്കിൽ കേൾക്കും, എന്റെ പൈതൽ എന്റെ അടുത്തിരിക്കും. ഇതിനപ്പുറം എന്നാ വേണം? നിത്യതയിൽ എത്തുമ്പോഴേ ഈ വ്യത്യാസം നമ്മൾ കാണുമ്പോൾ ഓർത്തേ, അപ്പാ ഞാനൊന്ന് അറിയാതെ ചോദിച്ചു പോയി, ഇന്ന് എനിക്ക് എന്റെ അപ്പന്റെ മടിയില് അപ്പന്റെ മുഖം മുത്തി അനേക വിശുദ്ധന്മാരോടുകൂടി ആയിരിക്കാൻ ഭാഗ്യം തന്നല്ലോ. അപ്പൊ ഈ ഭൂമിയിൽ നീ കഷ്ടത അനുഭവിച്ചാലും ഉയരത്തിൽ എത്തുന്ന ഒരു ധനമുണ്ട്. അന്ന് ദൈവം കാണിക്കും വ്യത്യാസം. അനേക കാര്യങ്ങളുണ്ട് വചനത്തിൽ, പക്ഷെ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്റെ അപ്പന്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്റെ യേശുവെ രക്ഷകനായി സ്വീകരിച്ച് ഹല്ലേലൂയ ജലത്തിൽ സ്നാനമേറ്റ് അപ്പന് വേണ്ടി ഇന്ന് ജീവിക്കാൻ തയ്യാറായാൽ, ഇന്ന് നാളെ ദിവസമില്ല. ലാസർ പറഞ്ഞു, എന്റെ സഹോദരങ്ങളോട് ചെന്ന് പറയണെന്ന് നരകത്തിൽ കിടന്നു പറഞ്ഞു. പക്ഷെ കേൾക്കാൻ ആരുമില്ല. ഇന്ന് എന്റെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പാ എനിക്ക് ആ നരകം വേണ്ട, എന്റെ അപ്പനോടുള്ള നിത്യത മതി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനമേറ്റിട്ടില്ല എങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ, സ്നാനമേൽക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി പിന്നീട് ഒരിക്കൽ ദൈവം അനുവദിച്ചാൽ ബാക്കി ശുശ്രൂഷിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ കൂട്ടു സഹോദരി ബീന സിസ്റ്ററോടും കടന്നു വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.